ഹലോ അസ്സാം വലൈക്കും, എല്ലാവർക്കും സിംപ്ലി കേളിയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള ഒരു ഡ്രിങ്ക് റെസിപ്പി ആയിട്ടാണ്. അതായത് ഒരു ഈസി ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ്. അതായത് നമ്മൾ ഈ ഒരു ചൂടിനും അല്ലെങ്കിൽ ഈ ഒരു നോമ്പ് സമയത്തും ഒക്കെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന ഹെൽത്തിയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. വളരെ ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ ഇത് മസ്റ്റായിട്ട് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അത്രയ്ക്ക് സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോകാം. പിന്നെ അതിനു മുന്നേ ഗീവ് അവേയുടെ കാര്യവും കൂടെ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങളുടെ റൈറ്റ് സൈഡിൽ ഇതുപോലൊരു സബ്സ്ക്രിപ്ഷൻ ബട്ടൺ ഉണ്ട്, അതൊന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞ് ബെല്ലൈക്കൺ വരും, അതും പ്രസ് ചെയ്തിട്ട് ഓളെന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ പറ്റും. ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം. അപ്പോൾ ഇത്രയും ഐറ്റംസാണ് നമ്മുടെ ഈ ഒരു ജ്യൂസിന് വേണ്ടത്. ഏകദേശം ഞാൻ 1.5 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് വേവിച്ച ക്യാരറ്റാണ്. ആ ക്യാരറ്റിൻ്റെ കൂടെ തന്നെ കുറച്ച് ബദാമും ഇട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് വേവിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ പ്രസ് ചെയ്താൽ നന്നായിട്ട് ഉടഞ്ഞു കിട്ടണം. ആ ഒരു രീതിയിൽ വേണം ക്യാരറ്റ് വേവിച്ചെടുക്കാനായിട്ട്. അതുപോലെ തന്നെ ഒരു 8-9 അണ്ടിപ്പരിപ്പ് എടുക്കുക. പിന്നെ എടുത്തിട്ടുള്ളത് പപ്പായയാണ്, നല്ല പഴുത്ത പപ്പായ നമ്മൾ വേവിക്കേണ്ട ആവശ്യമില്ല. ബാക്കി ആ 3 ഐറ്റവും കൂടെ ഇട്ട് നമ്മൾ നന്നായിട്ട് കുക്കറിലൊന്ന് വേവിച്ചെടുക്കണം. ഇനി ഇതിലോട്ട് 1.5 കവർ നല്ല കട്ടിയാക്കിയ പാൽ, അതായത് കട്ടപ്പാലുണ്ടല്ലോ, അതെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റെസിപ്പിക്ക് കട്ടപ്പാൽ ചേർക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. ഇനി നമുക്കിത് എല്ലാ ഐറ്റവും കൂടെ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ വെള്ളം ഒന്നും ചേർത്ത് കൊടുക്കരുത്. നല്ല കട്ടിയായിട്ട് ക്രീമി ആയിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കരുത്. അപ്പോൾ ഇത് ഫസ്റ്റ് നമുക്ക് ഇതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ആ ഒരു പാൽക്കട്ടി ഉണ്ടല്ലോ, ഈ പാൽക്കട്ടി എന്ന് പറഞ്ഞാൽ ഞാൻ നന്നായിട്ട് തിളപ്പിച്ചിട്ട് ഫ്രീസറിൽ വെച്ചിട്ട് കട്ടയാക്കി എടുത്ത പാലാണ് കേട്ടോ. അപ്പോൾ നമുക്കിതെല്ലാം കൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നല്ല ക്രീമായിട്ട് അടിച്ചെടുക്കാം. പിന്നെ മധുരം വേണമെന്നുണ്ടെങ്കിൽ മധുരം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഏകദേശം 4 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും നമുക്ക് നല്ലതുപോലെ അടിച്ചെടുക്കാം. അതായത് നല്ല പേസ്റ്റ് രൂപത്തിൽ തന്നെ അരച്ചെടുക്കാം. അപ്പോൾ ഇവിടെ ഏകദേശം നല്ല അടിപൊളിയായിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് 2 ഐറ്റം കൂടെ ചേർത്ത് കൊടുക്കണം. അതായത് സ്പെഷ്യലായിട്ട് ഇടയ്ക്ക് കടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കോൺഫ്ലെക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു സ്പെഷ്യൽ ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ, കോൺഫ്ലെക്സും. അതുപോലെ തന്നെ കുറച്ച് കാഷ്യൂവും കൂടെ, അതായത് അണ്ടിപ്പരിപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ഒതുക്കിയെടുക്കാം, ഒന്ന് നുറുക്കിയെടുത്താൽ മതി. ഒരുപാട് അരച്ചെടുക്കരുത്, ഒന്ന് നുറുക്കി ഇതുപോലെ ആക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു ഡ്രിങ്ക് കുടിക്കുമ്പോൾ ആ ഒരു നല്ല ക്രീമി കൺസിസ്റ്റൻസിയും അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് കടിക്കാനൊക്കെ കിട്ടും. ആ ഒരു കോൺഫ്ലെക്സും അതുപോലെ തന്നെ നട്ട്സും ഒക്കെ കടിക്കാൻ കിട്ടും. വളരെ ഹെൽത്തിയും ടേസ്റ്റിയും. പിന്നെ അത് മാത്രമല്ല, ഒരൊറ്റ ഗ്ലാസ് കുടിച്ചാൽ മതി, നമ്മൾ വയറ് ഫില്ലാവും. ഒരുപാട് നല്ല ഇൻഗ്രീഡിയൻസ് മാത്രം ചേർത്തിട്ടുള്ള സൂപ്പർ ആയിട്ടുള്ള ഡ്രിങ്കാണ്. മസ്റ്റായിട്ട് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ ഗീവ് അവേ നടക്കുന്നുണ്ട്. അപ്പോൾ ഗീവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് ഫസ്റ്റ് തന്നെ നമ്മുടെ നോട്ടിഫിക്കേഷൻ വന്നാൽ ഉടനെ നമ്മുടെ വീഡിയോ വന്ന് കാണുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്കും കമൻറ്റും ചെയ്യാം. അപ്പോൾ ഈദിൻ്റെ പിറ്റേ ദിവസമാണ് നമ്മൾ വിന്നറിനെ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സ്റ്റേ അറ്റ് ഹോം, സ്റ്റേ ഹെൽത്തി. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ഇൻ അനദർ വീഡിയോ. അസ്സലാമു അലൈക്കും.